Hello dears, welcome to Tips of Tackling English by Sajina Shamir. അപ്പോൾ നമ്മൾ ഇന്ന് സെക്കൻഡ് വീഡിയോ ചെയ്യാൻ പോകുന്നു. നമ്മൾ പഠിച്ചു വോക്ക് എന്ന് പറയുന്ന വേർബിനെ പറ്റി പഠിച്ചു അല്ലേ. അതിൻ്റെ എന്താണ് 2 ടൈപ്സ് സെൻറ്റൻസുകൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പം നമ്മൾ പറയാണ് ഞാൻ ഇന്നലെ ലൈബ്രറിയിലേക്ക് നടന്നു. ലൈബ്രറിയിലേക്ക് നടന്നു എന്നാണ് സെന്റൻസ് എന്ന് വിചാരിക്കുക. നമ്മുടെ വേർഡ് ഏതാണ്? വോക്ക് എന്ന് പറയുന്ന വേർഡാണ്. വോക്കിന് 3 ഫോംസ് ആണുള്ളത്. വോക്ക്, വോക്ക്ഡ്, വോക്ക്ഡ്. അതായത് നടക്കുക, നടന്നു, നടന്നിട്ടുണ്ട്, നടന്നിട്ടുണ്ടായിരുന്നു. വോക്ക്, വോക്ക്ഡ്, വോക്ക്ഡ് എന്നാണ് പറയുന്നത് കേട്ടോ. അതിൽ നടന്നു എന്ന് പറയാൻ നമ്മൾ യൂസ് ചെയ്ത വേർഡ് ഏതാ? വോക്ക്ഡ് എന്ന് പറയുന്ന വേർഡാണ് കേട്ടോ. WALKED, വോക്ക്ഡ്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നലെ ലൈബ്രറിയിലേക്ക് നടന്നു എന്നാണ് സെന്റൻസ്. ആരാ നടന്നത്? ഞാൻ. അപ്പൊ ഞാൻ ആദ്യം ചേർക്കുക ഐ. നടന്നു എന്ന് പറയാൻ വോക്ക്ഡ്. എങ്ങോട്ടാ? ടു ദ ലൈബ്രറി. എപ്പോ? യെസ്റ്റർഡേ, ഇന്നലെ. ഓക്കെ, കഴിഞ്ഞു പോയ കാര്യങ്ങൾ നമ്മൾ പറയൽ അങ്ങനെയാണല്ലോ. സോ അതിന് വേണ്ടിയിട്ടാണ് ആ രണ്ടാമത്തെ ഫോം യൂസ് ചെയ്യുക എന്ന് മനസ്സിലാക്കുക കേട്ടോ. I walked to the library yesterday. ഞാൻ ഇന്നലെ ലൈബ്രറിയിലേക്ക് നടന്നു. അത് തന്നെ, ആ സെന്റൻസ് തന്നെ അവർ ഇന്നലെ ലൈബ്രറിയിലേക്ക് നടന്നു എന്നാണെങ്കിൽ എങ്ങനെയാണ് വരിക? They walked to the library yesterday. എങ്ങനെയാ വരിക? They walked to the library yesterday. സെയിം സെന്റൻസ് അവൾ ഇന്നലെ ലൈബ്രറിയിലേക്ക് നടന്നു എന്നാണെങ്കിൽ She walked to the library yesterday. ഇന്നലെ പറഞ്ഞതിൽ ചെറിയ വ്യത്യാസം ഫോമിലുണ്ടായിരുന്നു. ഇന്ന് വ്യത്യാസങ്ങളൊന്നും തന്നെ വരുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കാണട്ടെ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്ത് വരാൻ കഴിയുള്ളൂ. നിങ്ങളുടെ ഇംഗ്ലീഷിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. സോ നമ്മൾ പറയാം ഷീ വോക്ക്ഡ് ടു ദ ലൈബ്രറി യെസ്റ്റർഡേ. അത് ആരായിക്കോട്ടെ, സിംഗുലർ ആയിക്കോട്ടെ, പ്ലൂറൽ ആയിക്കോട്ടെ, നമ്മൾ വോക്ക്ഡ് എന്നുള്ള രണ്ടാമത്തെ ഫോമാണ് കഴിഞ്ഞു പോയത് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക എന്ന് മനസ്സിലാക്കുക. സോ ഇപ്പോൾ റാം ഇന്നലെ ലൈബ്രറിയിലേക്ക് നടന്നു എന്നാണെങ്കിൽ റാം വോക്ക് ടു ദ ലൈബ്രറി യെസ്റ്റർഡേ. സെയിം ആണ് വരിക. വളരെ സിമ്പിളാണ്. ഇതിൽ നിന്ന് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എന്താണ്? എങ്ങനെയാണ് ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ചോദിക്കുകയാണ്, നീ ഇന്നലെ ലൈബ്രറിയിലേക്ക് പോയോ? ചോദിക്കുകയാണ്, കഴിഞ്ഞു പോയതാണ് അല്ലേ. നീ ഇന്നലെ ലൈബ്രറിയിലേക്ക് പോയോ? സോറി, നീ ഇന്നലെ ലൈബ്രറിയിലേക്ക് നടന്നോ? എങ്ങനെയാ ചോദിക്കുക? നീ ഇന്നലെ ലൈബ്രറിയിലേക്ക് നടന്നോ? എങ്ങനെയാണ് ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യുക? ഇതിങ്ങനെ ഇംഗ്ലീഷിൽ ഭയങ്കര ടഫായിരിക്കും എന്ന് വിചാരിക്കുന്നവരുണ്ടാവാം. എന്നാ അങ്ങനെയല്ല. നമ്മൾ പറയാണ് നടന്നോ എന്നാണ് ചോദിക്കേണ്ടത് അല്ലെ. സോ വോക്ക്ഡ് എന്ന വേർഡാണ് നടന്നു എന്ന് പറയാൻ അല്ലെ. വോക്ക്ഡ്, WALKED. ഈ ഒരു വേർഡിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യണമെങ്കിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തേ പറ്റൂ. ഇത് കടുകട്ടിയുള്ളതൊന്നും അല്ല കേട്ടോ, മനസ്സിലാക്കിയ വളരെ സിമ്പിളാണ്. സോ ഈ വോക്ക്ഡ് എന്നുള്ള വേർഡിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് പറയാണ്. അതിൽ ED എന്നുള്ള വേർഡാണ് ലാസ്റ്റ് വരുന്നത് അല്ലെ, ലെറ്റേഴ്സ്. സോ നമ്മൾ പറയും ഡിഡും വോക്കും കൂടെ ചേർന്നതാണ് വോക്ക്ഡ് ആയിട്ട് മാറുന്നത് കേട്ടോ. അത് മനസ്സിലാക്കുക. ഡിഡിന്റെ കൂടെ വോക്ക് ചേരുമ്പോഴാണ് വോക്ക്ഡ് എന്നുള്ള വേർഡായിട്ട് മാറുന്നത്. സോ നമുക്കിവിടെ എന്താണ്, ഒരു ക്വസ്റ്റ്യൻ വേർഡ് അത്യാവശ്യമാണ്. ആ വേർഡാണ് ഡിഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഡിഡിൽ നിന്ന് വോക്ക്ഡ് എന്നുള്ള വേർഡിൽ നിന്ന് ഡിഡിനെ പുറത്തേക്ക് എടുത്താൽ പിന്നെ വരുന്നത് ആകെ ബാക്കിയാവുന്നത് എന്താണ്? പിന്നെ അവിടെ വോക്ക്ഡ് ഉണ്ടോ? ഇല്ല. പിന്നെ വോക്ക് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ ആ സെന്റൻസ് ക്വസ്റ്റ്യൻ എങ്ങനെയായിട്ട് മാറും? ഡിഡിനെ ആദ്യത്തിലേക്ക് കൊണ്ടുവരാം. ഡിഡ് യു വോക്ക് ടു ദ ലൈബ്രറി യെസ്റ്റർഡേ? നീ ഇന്നലെ ലൈബ്രറിയിലേക്ക് നടന്നോ? ഡിഡ് യു വോക്ക് ടു ദ ലൈബ്രറി യെസ്റ്റർഡേ? എങ്ങനെയാണ് ആൻസർ വരിക? യെസ് ഐ വോക്ക്ഡ്. ആൻസർ വരുമ്പോൾ ശ്രദ്ധിക്കുക. യെസ് ഐ വോക്ക്ഡ് ടു ദ ലൈബ്രറി യെസ്റ്റർഡേ. എന്തുകൊണ്ടാണ് ആൻസറിൽ വോക്ക്ഡ് വന്നത്? കാരണം ഡിഡിനെ ഒഴിവാക്കണം. ഡിഡ് വന്നാൽ ക്വസ്റ്റ്യൻ ആയി മാറും. സോ ഡിഡിനെ ഒഴിവാക്കുമ്പോൾ അതിനെ ചേർത്ത് പറയണം, വോക്ക്ഡ് ആക്കി പറയണം. ഓക്കെ, അപ്പോൾ റാം ഇന്നലെ ലൈബ്രറിയിലേക്ക് നടന്നു. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക? റാം ഇന്നലെ ലൈബ്രറിയിലേക്ക് നടന്നോ? നിങ്ങൾ തന്നെ സ്വന്തം ഒന്ന് ചോദിച്ചു നോക്കിയേ. ഡിഡ് റാം walk to the library yesterday?
ഡിഡ് റാം walk to the library yesterday? ആൻസർ എങ്ങനെയാ വരിക? യെസ്, റാം walked to the library yesterday. മനസ്സിലായോ? ഇനി ഞാൻ ചോദിക്കുകയാണ്, കുട്ടികൾ ഇന്നലെ ലൈബ്രറിയിലേക്ക് നടന്നു. എങ്ങനെയാ സെന്റൻസ് വരിക? ചിൽഡ്രൻ walked to the library yesterday. അപ്പൊ അതിനെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, കുട്ടികൾ ഇന്നലെ ലൈബ്രറിയിലേക്ക് നടന്നോ? Did children walk to the library yesterday? ആൻസർ യെസ്, ചിൽഡ്രൻ walked to the library yesterday. yes or no ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഡിഡിനെ പുറത്തേക്ക് എടുക്കുക എന്നുള്ളത് മറക്കണ്ട കേട്ടോ. yes or no ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസ്, അതെ അല്ലെങ്കിൽ നോ എന്ന് ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യാനാണ് ഡു അല്ലെങ്കിൽ ഡിഡിനൊക്കെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതേ സെന്റൻസ് തന്നെ നമ്മൾ ചോദിക്കുകയാണ്, നീ ഇന്നലെ എവിടെയാണ് പോയത്? ചോദിക്കൂല. നീ ഇന്നലെ എവിടേക്കാ പോയത്? ചോദിക്കൂലേ? എങ്ങനെയാണ് അത് ചോദിക്കുക? എവിടെ എന്നുള്ളതിന് വേറെ എന്ന് പറയും, ബാക്കി ആ ഡിഡ് യൂസ് ചെയ്തിട്ട് അങ്ങ് പറയുക. എങ്ങനെയാണ്? വേർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ? വേർ ഡിഡ് യു വോക്ക് യെസ്റ്റർഡേ? നീ ഇന്നലെ എവിടേക്കാണ് നടന്നത്? വോക്കാണ് കേട്ടോ. വേർ ഡിഡ് യു വോക്ക് യെസ്റ്റർഡേ? നീ ഇന്നലെ എവിടേക്കാണ് നടന്നത്? അവർ ഇന്നലെ എവിടേക്കാണ് നടന്നത് എന്ന് എങ്ങനെയാ വരിക? വേർ ഡിഡ് ദേ വോക്ക് യെസ്റ്റർഡേ? അവർ ഇന്നലെ എവിടേക്കാണ് നടന്നത്? കുട്ടികൾ ഇന്നലെ എവിടേക്കാണ് നടന്നത് എന്ന് എങ്ങനെയാ വരിക? വേർ ഡിഡ് ചിൽഡ്രൻ വോക്ക് യെസ്റ്റർഡേ? ആൻസർ വരും, ചിൽഡ്രൻ വോക്ക്ഡ് ടു ദ ലൈബ്രറി യെസ്റ്റർഡേ. ദേ വോക്ക്ഡ് ടു ദ ലൈബ്രറി യെസ്റ്റർഡേ. ഐ വോക്ക്ഡ് ടു ദ ലൈബ്രറി യെസ്റ്റർഡേ. ആൻസർ വരുന്നത് കണ്ടോ? വളരെ സിമ്പിൾ ആണ്. മനസ്സിലാക്കി പഠിച്ചാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ സെന്റൻസ് മേക്കിങ്ങും ക്വസ്റ്റ്യൻ മേക്കിങ്ങും പഠിച്ചല്ലോ, മനസ്സിലായല്ലോ. ഇന്നലെ പഠിച്ചത് ഐ വോക്ക് ടു സ്കൂൾ എവറി ഡേ. ഷീ walks to school every day. ഇന്ന് ഐ walk to the library yesterday. They walked to the library yesterday. ഇതാണ് നമ്മൾ ഇത്രയും പഠിച്ചത് അല്ലെ. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോവാണ്, ഞാൻ നാളെ പള്ളിയിലേക്ക് നടക്കും. ഞാൻ നാളെ പള്ളിയിലേക്ക് നടക്കും. എങ്ങനെയാ പറയാ? ഐ വിൽ വാക്ക്. നടക്കും, ചെയ്യും, പറയും, കേൾക്കും, എഴുതും, വായിക്കും എന്നൊക്കെ പറയുന്നത് എന്താണ്? നാളെ അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളാണല്ലേ. അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് വിൽ എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ വില്ല് ചേർത്തിട്ട് പറയാം. ഐ വിൽ പിന്നെ വോക്ക് ഫസ്റ്റ് ഫോമാ വരിക കേട്ടോ. ഐ വിൽ വോക്ക് ടു ദ മസ്ജിദ് ടുമോറോ. ഞാൻ നാളെ പള്ളിയിലേക്ക് നാളെ പോകും. ഐ വിൽ വോക്ക് ടു ദ മസ്ജിദ് ടുമോറോ. ഐ വിൽ വോക്ക് ടു മസ്ജിദ് ടുമോറോ. അവര് നാളെ പള്ളിയിൽ പോകും. ദേ വിൽ വോക്ക് ടു മസ്ജിദ് ടുമോറോ. ഓക്കെ, അപ്പോ നീ നാളെ പള്ളിയിൽ പോവുമോ? നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. നീ നാളെ പള്ളിയിൽ പോവുമോ? എങ്ങനെയാ ചോദിക്കുക? വിൽ യു. ഇവിടെ ഡുവോ ഡിഡോ ഡസോ ഒന്നിന്റെ ആവശ്യം വരുന്നില്ല. ഓൾറെഡി അവിടെ ഒരു ഓക്സിലറി വേർബ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെന്റൻസ് പറഞ്ഞിട്ടുള്ളത്. വിൽ എന്ന് പറയുന്നത് അതിനെ നമ്മൾ അങ്ങോട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പൊ വിൽ ഐ എന്നുള്ളതിനെ യു ആക്കി മാറ്റുക. വിൽ യു വോക്ക് ടു മസ്ജിദ് ടുമോറോ? നീ നാളെ മസ്ജിദിലേക്ക് പോവോ? നീ നാളെ മസ്ജിദിലേക്ക് നടക്കുവോ എന്നാണ്. വിൽ യു വോക്ക് ടു ദ മസ്ജിദ് ടുമോറോ? നിന്റെ ഫാദർ നാളെ മസ്ജിദിലേക്ക് നടക്കുവോ? എങ്ങനെ ചോദിക്കും? വിൽ യുവർ ഫാദർ. എങ്ങനെ ചോദിക്കുക? വിൽ യുവർ ഫാദർ വോക്ക് ടു മസ്ജിദ് ടുമോറോ? എങ്ങനെയാ ചോദിക്കുക? വിൽ യുവർ ഫാദർ വോക്ക് ടു മസ്ജിദ് ടുമോറോ? ആൻസർ വരും യെസ്, മൈ ഫാദർ വിൽ വോക്ക് ടു മസ്ജിദ് ടുമോറോ. യെസ്, ഐ വിൽ വോക്ക് ടു മസ്ജിദ് ടുമോറോ. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. അപ്പോൾ അതും കൂടെ മനസ്സിലായി. ഇനി ഇതിൽ നിന്ന് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക, നീ നാളെ എവിടേക്ക് നടക്കും? നീ നാളെ എങ്ങോട്ട് നടക്കും? എവിടെ? വേർ വിൽ യു വോക്ക് ടുമോറോ? നീ നാളെ എവിടെ പോവും? എവിടെ നടക്കും? വേർ വിൽ യു വോക്ക് ടുമോറോ? ഐ വിൽ വോക്ക് മസ്ജിദ് ടുമോറോ. നിന്റെ അച്ഛൻ നാളെ എവിടേക്ക് നടക്കും? വേർ വിൽ യുവർ ഫാദർ വോക്ക് ടുമോറോ? മൈ ഫാദർ വിൽ വോക്ക് ടു മസ്ജിദ് ടുമോറോ. ഗോട്ട് ഇറ്റ്?
വളരെ സിമ്പിൾ അല്ലേ? നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് പഠിപ്പിച്ചിട്ടുള്ള ഈ രണ്ട് വോക്ക്ഡ്, വിൽ വോക്ക്, ഇത് രണ്ടും യൂസ് ചെയ്തിട്ട് 2 സെന്റൻസ് വീതം നിങ്ങൾ സ്വയം മേക്ക് ചെയ്യുക. അതിൽ നിന്ന് നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യുക. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും മേക്ക് ചെയ്യണം. അതേപോലെ തന്നെ WH ക്വസ്റ്റ്യന് മേക്ക് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്ക് അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഫോംസ് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.